നമസ്കാരം. ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ വ്യക്തിജീവിതത്തിലുണ്ടായ സംഭവവികാസങ്ങൾ ആരാധകർക്ക് അറിയാവുന്നതാണ്. ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ദിയ കൃഷ്ണ എന്ന്. ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞു പറഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിട്ടതേ ഉള്ളൂ. പ്രശസ്തിയും പണവും വന്നപ്പോഴും ദിയ ആഗ്രഹിച്ചത് കുടുംബജീവിതമായിരുന്നു. ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ജീവിതമായിരുന്നു എന്നും തന്റെ സ്വപ്നമെന്ന് ദിയ നേരത്തെ പറഞ്ഞതാണ്. ദിയയെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന പങ്കാളിയാണ് അശ്വിൻ ഗണേഷ്. അമ്മയായതിന്റെ സന്തോഷത്തിലാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ എന്ന്. നിയോം എന്നാണ് കുഞ്ഞിന്റെ പേര്. ഓമി എന്നാണ് ഓമന പേര്. തമിഴ് റൊമാൻറ്റിക് സിനിമകളുടെ ആരാധകയാണ് ദിയ. അതുപോലൊരു സന്തോഷകരമായ ജീവിതമാണ് ദിയ എന്നും ആഗ്രഹിച്ചത്. നേരത്തെ മോഡേൺ വസ്ത്രങ്ങളുടെ സ്ഥാപനമായിരുന്നു ദിയയ്ക്ക്. പിന്നീട് ഇത് ഇമിറ്റേഷൻ ആഭരണങ്ങളുടെ വലിയ ശേഖരമുള്ള ഒബയോസി എന്ന സ്ഥാപനമായി വളരുകയായിരുന്നു. 3 ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സ് ഉള്ള സ്ഥാപനമാണ് ഒബയോസി. ഓൺലൈൻ വിൽപ്പന മാത്രമല്ല, ഒബയോസിക്ക് ഒരു ഫിസിക്കൽ സ്റ്റോറും തിരുവനന്തപുരത്തുണ്ട്. അടുത്തിടെയായ ആഭരണങ്ങൾ മാത്രമല്ല, വിവിധ പട്ടുസാരികളും ന്യായമായ വിലയിൽ ഒബയോസിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. തന്റെ സംരംഭത്തിന്റെ പ്രൊമോഷൻ ദിയയും ഭർത്താവ് അശ്വിനും ചേർന്ന് സോഷ്യൽ മീഡിയ വഴിയാണ് ചെയ്യാറുള്ളത്. എല്ലാ ജീവനക്കാരെ ഏൽപ്പിച്ച് മുതലാളി ചമഞ്ഞിരിക്കാൻ ദിയയ്ക്ക് താല്പര്യമില്ല. എല്ലായിടത്തും ഓടി നടന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ദിയ തന്നെയാണ്. പ്രൊമോഷൻ ഫോട്ടോഷൂട്ട് മുതൽ പാർക്കിങ്ങിൽ വരെ ദിയയുടെ കയ്യൊപ്പുണ്ട്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജീവനക്കാർ നടത്തിയ തട്ടിപ്പിൽ കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. 66 ലക്ഷം രൂപയാണ് ഇവർ തട്ടിയതെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. സ്ഥാപനത്തിൽ ജോലി ചെയ്ത 3 സ്ത്രീകളെയും ഇവരിൽ ഒരാളുടെ ഭർത്താവിനെയും പ്രതി ചേർത്താണ് കുറ്റപത്രം. 2 വർഷം കൊണ്ടാണ് പ്രതികൾ 66 ലക്ഷം രൂപ കൈക്കലാക്കിയത്. ഈ പണം ഉപയോഗിച്ച് ഇവർ സ്വർണവും കാറും വാങ്ങിയെന്നും ആഡംബര ജീവിതം നയിച്ചെന്നും കുറ്റപത്രത്തിലുണ്ട്. 2 വർഷം കൊണ്ട് 66 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടും ദിയ എന്തുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ലെന്ന ചോദ്യം പലർക്കുമുണ്ട്. സ്വർണമല്ലാത്ത ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ് ദിയയുടെ ഒബയോസി എന്ന ദിയയുടെ സ്ഥാപനത്തിൽ വിൽക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി വലിയ പ്രചാരണം ഈ ബിസിനസ് സംരംഭത്തിന് ലഭിച്ചു. ദിയയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഇത്രയും വലിയ തട്ടിപ്പിന് ഇടവരുത്തിയതെന്ന് ദിയയുടെ കുടുംബവും സമ്മതിക്കുന്നുണ്ട്. താൻ ഗർഭിണിയായ സമയത്തായിരുന്നതിനാൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെന്ന് ദിയ പറയുന്നുണ്ട്. എന്നാൽ 2 വർഷമായി തട്ടിപ്പ് നടക്കുന്നുണ്ടായിരുന്നെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ദിയയുടെ അശ്രദ്ധയ്ക്ക് കൊടുക്കേണ്ടി വന്ന വില 66 ലക്ഷം രൂപയാണ്. ഗൗരവത്തോടെയല്ല ദിയ പല കാര്യങ്ങളെയും സമീപിക്കാറെന്ന് വീട്ടുകാർ പറയാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ദിയയുടെ ഭാഗത്തുണ്ടായ പിഴവ് ചൂണ്ടിക്കാട്ടുന്നവർ ഏറെയാണ്. ദിയ നല്ല ബിസിനസ്സുകാരിയെ അല്ലെന്ന് ഇവർ പറയുന്നു. ഇതിനിടെ ദിയയുടെ ചേച്ചി അഹാന കൃഷ്ണ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശവും ഈ വാദത്തിന് ആക്കം കൂട്ടി. ദിയയുടെ സ്ഥാപനത്തിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആശംസകൾ അറിയിച്ച് പോസ്റ്റിട്ടതായിരുന്നു അഹാന. ആശംസയുടെ കൂട്ടത്തിൽ അഹാന ഒരു പരാമർശം നടത്തി. 4 വർഷം മുമ്പ് അമ്മയുടെയും അച്ഛന്റെയും ശകാരമില്ലാതെ എത്ര നേരം വേണമെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തു നിൽക്കാൻ വേണ്ടി തുടങ്ങിയ സംരംഭം ഇന്ന് വളരെയധികം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന വിജയകരമായ സംരംഭമായി വളർന്നിരിക്കുന്നു എന്നാണ് അഹാന പറഞ്ഞത്. ദിയയുടെ നേരം പോക്കിനപ്പുറം ഈ ബിസിനസ് വളരുമെന്ന് വീട്ടിലാരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വ്യക്തമാണ്. ഇന്ന് കൃഷ്ണകുമാർ കുടുംബത്തിലെ ഏറ്റവും ധനിക ദിയയായിരിക്കും. യൂട്യൂബ് ചാനൽ, ബിസിനസ്, കൊളാബറേഷൻ എന്നിവയെല്ലാം ദിയയുടെ വരുമാന സ്രോതസ്സുകളാണ്. മിക്കപ്പോഴും യാത്രകളിലായിരുന്നു ദിയ. ഭർത്താവ് അശ്വിനും ഒപ്പമുണ്ടാകും, അല്ലെങ്കിൽ അശ്വിന് ജോലി തിരക്കുണ്ടാകും. സ്ഥാപനത്തിൽ ശ്രദ്ധിക്കാൻ ആരുമില്ലെന്ന് തോന്നിയതോടെയാണ് ജീവനക്കാരികൾ തട്ടിപ്പ് തുടങ്ങിയത്. ഇപ്പോൾ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും ഒബയോസിയുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതേസമയം ഈ വർഷം ഏറ്റവും കൂടുതൽ വൈറലായതും ചർച്ചയായതുമായ കേസായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ്. ഒബയോസി എന്ന ഇമിറ്റേഷൻ ജ്വല്ലറികളുടെ ഓൺലൈൻ ബിസിനസ്സാണ് ദിയ കൃഷ്ണയ്ക്ക്. തിരുവനന്തപുരത്ത് സ്ഥാപനത്തിന് ഫിസിക്കൽ സ്റ്റോറുമുണ്ട്. ഓൺലൈനിൽ നടക്കുന്ന അതേ ബിസിനസ് ഫിസിക്കൽ സ്റ്റോറിലുമുണ്ട്. അവിടെ മുമ്പ് ജോലി ചെയ്തിരുന്ന 3 സ്ത്രീകളാണ് സാമ്പത്തിക തട്ടിപ്പിന് പിന്നിൽ. QR കോഡിൽ തിരിമറി നടത്തിയതും സ്റ്റോക്കുകൾ മറിച്ചുവിറ്റുമാണ് ജീവനക്കാരികൾ ലക്ഷങ്ങൾ കവർന്നത്. ദിയയും കുടുംബങ്ങളും സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് പണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. തട്ടിപ്പ് നടക്കുന്ന സമയത്ത് ദിയ ഗർഭിണിയായിരുന്നതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ കാര്യമായി ശ്രദ്ധ നൽകാൻ കഴിഞ്ഞില്ല. ആ അവസരം ജീവനക്കാരികൾ ഉപയോഗിക്കുകയായിരുന്നു. വിനിത ജൂലിയറ്റ്, ദിവ്യ ഫ്രാങ്ക്ലിൻ, രാധകുമാരി എന്നിവരാണ് തട്ടിപ്പ് നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചു. വിനിത ജൂലിയറ്റ്, ദിവ്യ ഫ്രാങ്ക്ലിൻ, രാധകുമാരി എന്നിവരും വിനിതയുടെ ഭർത്താവ് ആദർശുമാണ് പ്രതികൾ. തട്ടിപ്പിലൂടെ നേടിയ പണം പ്രതികൾ ആഡംബര ജീവിതത്തിനായി ഉപയോഗിച്ചുവെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അതേസമയം ദിയയ്ക്കും അച്ഛൻ കൃഷ്ണകുമാറിനും എതിരെ പ്രതികൾ നൽകിയ കേസിൽ കഴമ്പില്ലെന്നും പോലീസ് പറയുന്നു. വിശ്വാസവഞ്ചന, മോഷണം, കൈവശപ്പെടുത്തൽ, ചതി എന്നിവയാണ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. 2 വർഷം കൊണ്ടാണ് പ്രതികൾ 66 ലക്ഷം രൂപയോളം തട്ടിയെടുത്തത്. സ്വർണവും സ്കൂട്ടറുമെല്ലാം പ്രതികൾ തട്ടിപ്പ് നടത്തി സ്വന്തമാക്കിയ പണത്തിലൂടെ വാങ്ങി. ആഭരണങ്ങൾ ബാങ്കിൽ നിന്നും കണ്ടെടുത്തു. ഗർഭിണിയായിരുന്ന സമയത്ത് ഇത്രയധികം വിശ്വസിച്ച ആളുകൾ തന്നെ പറ്റിച്ചു എന്നത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് ദേഷ്യത്തേക്കാൾ വഞ്ചിക്കപ്പെട്ടതിന്റെ വിഷമമായിരുന്നു എനിക്ക്. ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച സത്യം വെളിയിൽ വന്നു കഴിഞ്ഞു. സത്യം പുറത്തു വരാനാണ് ഞങ്ങളും കാത്തിരുന്നത്. 1.5 വർഷത്തോളം നടന്ന ഇവരുടെ ട്രാൻസാക്ഷൻ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുമാണ് ദിയ കൃഷ്ണ പറഞ്ഞത്. ആ പെൺകുട്ടികൾ തെറ്റ് ചെയ്തു. അതേസമയം മകളുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. നോട്ടപ്പിശകുകളുണ്ടായി. ഇപ്പോൾ മോൾ പഠിച്ചുവെന്ന് കരുതുന്നു. പഠിച്ചാൽ അവൾക്ക് എനിക്കും കൊള്ളാം. 4 പേർ മാത്രമല്ല, അവർ ആ പണം ഷെയർ ചെയ്തിരിക്കുന്നത് മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്കാണ്. മാതാപിതാക്കളും തട്ടിപ്പിന്റെ ഭാഗമാണെന്നത് ഞാൻ വിശ്വസിക്കുന്നത്.
കുറ്റപത്രത്തിന്റെ കോപ്പിയൊന്നും കിട്ടിയിട്ടില്ല. എത്രത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്നതിന്റെ ധാരണ ആ പെൺകുട്ടികളുടെ GPay പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്. ക്രൈംബ്രാഞ്ച് ഡീറ്റെയിൽഡായി അന്വേഷണം നടത്തിയിട്ടുണ്ട്. സത്യം ശീലമാക്കിയാണ് ഇതുവരെ ജീവിച്ചതെന്ന് കൃഷ്ണകുമാറും പറഞ്ഞു. ദിയയ്ക്കും കൃഷ്ണകുമാറിനും അനുകൂലമാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ. കേസും വിവാദവുമാകാതെ സെറ്റിലാക്കാമായിരുന്ന കേസ് ജീവനക്കാരികൾ തന്നെയാണ് ഇവിടെ വരെ എത്തിച്ചത്. സത്യം തെളിഞ്ഞാലോ ഇവരുടേതൊക്കെ വേഗം തെളിയും. സാധാരണക്കാർക്ക് വർഷങ്ങൾ വേണ്ടിവരും. സാധാരണക്കാർക്ക് നീതി നേടിക്കൊടുക്കുന്ന കാര്യത്തിലും ഇത്ര ശുഷ്കാന്തി നിയമ സംവിധാനങ്ങൾക്ക് വേണം എന്നിങ്ങനെയാണ് കമന്റുകൾ. ദിയയുടെ സ്ഥാപനത്തിൽ കോടികളുടെ കച്ചവടം നടക്കുന്നുണ്ടോ എന്നും ചിലർ അമ്പരപ്പോടെ കുറിച്ചിട്ടുണ്ട്. 5 വർഷത്തോളം നീണ്ട ദിയയുടെ കഠിന പരിശ്രമമാണ് OBOC. തുടക്കത്തിൽ ഓൺലൈൻ ബിസിനസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഫിസിക്കൽ സ്റ്റോർ ആരംഭിച്ചത്. മാസം ലക്ഷങ്ങളുടെ ബിസിനസ്സാണ് സ്ഥാപനത്തിൽ നടക്കുന്നത്. അതേസമയം കൃഷ്ണകുമാറിന്റെ ഭാര്യയും മക്കളും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്. ഇവരുടെ വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട്. വ്ളോഗിലൂടെ എല്ലാവരും വരുമാനം നേടുന്നുമുണ്ട്. ദിയ ഓൺലൈൻ ഓർണമെന്റ്സ് ബിസിനസ് തുടങ്ങിയപ്പോൾ സാരിയിലായിരുന്നു അമ്മയും മഹാനയും ശ്രദ്ധിച്ചത്. അടുത്തിടെയായിരുന്നു ഇവർ ബിസിനസ് രംഗത്തേക്ക് ചുവടുവെച്ചത്. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധയുള്ളവരാണ്. വിശേഷാവസരങ്ങളിലെല്ലാം സാരി അണിയാൻ ഇഷ്ടവുമാണ്. അവരെയൊക്കെ സാരി ഉടുപ്പിച്ച് സെറ്റാക്കി വരുമ്പോഴേക്കും തനിക്ക് സമയം കിട്ടാതെ വരുമെന്നും കിട്ടുന്നതും ഇട്ടു പോവാറാണ് പതിവെന്നും നേരത്തെ സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും തനിക്ക് ഇഷ്ടം പോലെ സമയമെടുത്ത് ഒരുങ്ങാൻ പറ്റുമെന്നും അവർ പറഞ്ഞിരുന്നു. വീട്ടിൽ ആദ്യം കല്യാണം കഴിക്കുന്നതും അമ്മയാവുന്നതും താനായിരിക്കുമെന്ന് ദിയ പറഞ്ഞിരുന്നു. തന്റെ പ്രണയവിശേഷങ്ങളും ദിയ വ്ളോഗിലൂടെയായി പങ്കിട്ടിരുന്നു. ആദ്യ കാഴ്ചയിൽ അശ്വിനെ ഇഷ്ടമായിരുന്നില്ല. സംസാരിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു. രണ്ടാമത് കണ്ടപ്പോഴാണ് സംസാരിച്ചതെന്നും ദിയ പറഞ്ഞിരുന്നു. അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നപ്പോൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു അശ്വിൻ. തന്റെ കരിയറിൽ മാത്രമല്ല OCയുടെ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി ബോധ്യമുണ്ട് അശ്വിന്. അടുത്തിടെയായിരുന്നു ഇവരുടെ ജീവിതത്തിലേക്ക് ഓമി എത്തിയത്. പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ പ്രസവം വരെ വ്ളോഗിലൂടെ കാണിച്ചിരുന്നു. കുടുംബങ്ങളെല്ലാം പ്രസവ സമയത്ത് ദിയയ്ക്കോ അരികിലുണ്ടായിരുന്നു. ചെറിയൊരു ഇഞ്ചക്ഷനെ പോലും ഭയന്നിരുന്ന ഞാൻ അതെല്ലാം അതിജീവിച്ചത് അവരുടെ പിന്തുണയോടെയാണെന്ന് ദിയയും പറഞ്ഞിരുന്നു. അച്ഛനും അശ്വിനും കൂട്ടായി വീട്ടിലേക്ക് എത്തിയ ആൺകുട്ടിയാണ് ഓമി. ജനിച്ചതു മുതലേ തന്നെ ഓമിയും സെലിബ്രിറ്റിയായി മാറുകയായിരുന്നു. ഓമിയെ കൊഞ്ചിക്കാനും അവനോടൊപ്പം സമയം ചിലവഴിക്കാനുമായി മത്സരിക്കുകയാണ് എല്ലാവരും. പൂർവാധികം ശക്തിയോടെയായി തന്റെ ബിസിനസ് ശരിയാക്കിയിരിക്കുകയാണ് ദിയ. എല്ലാവരും കൂടെയുള്ളത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ്. ഓമിക്ക് ചുറ്റുമാണ് എല്ലാവരും. ഇടയ്ക്ക് മലേഷ്യയിലേക്ക് പോയപ്പോൾ ഓമിയെ വല്ലാതെ മിസ് ചെയ്യുന്നുവെന്നായിരുന്നു അഹാനയും സിന്ധു കൃഷ്ണയും പറഞ്ഞത്. തുടക്കം മുതലേ തന്നെ അമ്മുവാണ് ഓമിയുടെ കാര്യങ്ങൾ ചെയ്യുന്നത്.